രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ കുറിച്ചും കൊളസ്ട്രോൾ എന്ന വില്ലനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ശരിക്കും കൊളസ്ട്രോൾ ഒരു അപകടകാരിയാണോ? എന്തുകൊണ്ട് കൊളസ്ട്രോൾ അപകടമാകുന്നു? ഇനി കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യാം? അത്തരം കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. കൊളസ്ട്രോൾ ശരിക്കും ഒരു പ്രശ്നമാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള കൊളസ്ട്രോൾ നമുക്ക് വേണ്ടതാണ്. ഈ ആവശ്യത്തിനുള്ള കൊളസ്ട്രോൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അത് പല പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ചുറ്റിയിരിക്കുന്ന കോശങ്ങളുടെ കവറിങ്, കോശഭിത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കൊളസ്ട്രോളിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് വിറ്റമിൻ ഡി ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോള് ഉപയോഗിക്കുന്നുണ്ട്. വേറെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ, അതിൽ തന്നെ പ്രധാനമായിട്ടും ഈസ്ട്രോജൻ, ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോണുകളുടെ നിർമ്മാണത്തിനും കൊളസ്ട്രോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് അമിതമായി കൂടിക്കഴിഞ്ഞാൽ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ പലപ്പോഴും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അതിൽ കാണുന്ന 3 കാര്യങ്ങളാണ് ട്രൈഗ്ലിസറൈഡ്സ്, HDL, LDL എന്ന് പറയുന്നത്. ഇത് മൂന്നും എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള കലോറി കൊഴുപ്പായി മാറിയിട്ട് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇത് അധികമാവുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അടുത്തത് HDL എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. ഇതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് ശരിക്കും നല്ലതാണ്. ഇത് നമ്മുടെ ധമനികളിലൊക്കെ ഉള്ള കൊഴുപ്പിനെ നീക്കം ചെയ്ത് അത് കരളിൽ കൊണ്ടുപോയി എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ LDL എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതാണ് ശരിക്കും അപകടകാരിയായിട്ടുള്ളത്. LDL കൂടുന്ന സമയത്താണ് അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മളുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലിൻ്റെ പല ഭാഗത്ത് അടിഞ്ഞുകൂടാനും അത് പ്ലേക്ക് എന്ന് വെച്ചാൽ ഒരു കൊഴുപ്പ് കട്ട ധമനികളിൽ ഉണ്ടായിട്ട് അത് ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയ്ക്കാനും, ഇത് ഹൃദയത്തിലേക്കാണ് രക്തോട്ടം കുറയുന്നത് എന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, നെഞ്ചുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും, ഇനി അത് തലച്ചോറിലേക്കാണ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും കാരണമാകുന്നത്. നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നത് നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്യുമ്പോഴാണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതാണ്. ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കൊഴുപ്പായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ സംഭരിക്കാറുള്ളത്. അതേപോലെ തന്നെ റെഡ് മീറ്റുകൾ, നല്ല കൊഴുപ്പുള്ള മീറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും വറുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നുണ്ട്. രണ്ടാമത്തത് വ്യായാമം കുറയുന്നതാണ്. നമ്മൾ ശരീരത്തിൻ്റെ ചലനങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പ് അവിടെ തന്നെ കിടക്കും. അതൊരിക്കലും ബേൺ ഔട്ടായി പോകുന്നില്ല. ഇനി മൂന്നാമത്തേതായിട്ട് മദ്യപാനം, പുകവലി പോലുള്ള ദുശീലങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ കൊളസ്ട്രോൾ അധികമായിട്ട് കാണാറുണ്ട്. ഈ നാലാമത്തേതായിട്ട് പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഇപ്പോൾ പാരമ്പര്യമായിട്ടും കൊളസ്ട്രോൾ വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എല്ലാവർക്കും വരണം എന്നുള്ളതല്ല. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ധാന്യങ്ങളിൽ തന്നെ തവിടുള്ള അരി, ഓട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇനി പച്ചക്കറികൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ള മത്തി, അയല പോലുള്ള മീനുകളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കൊളസ്ട്രോൾ അമിതമായിട്ടുള്ളവർക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ രക്തയോട്ട സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിലോ, നിങ്ങൾക്ക് ഇപ്പോൾ ഉടനടി എന്തെങ്കിലും സർജറി ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ടിപ്പ് ഫോളോ ചെയ്യേണ്ടതാണ്. ഞാൻ പറയാൻ പോകുന്നത് വെളുത്തുള്ളി എന്ന് പറയുന്ന മാജിക് ഭക്ഷണത്തെക്കുറിച്ചാണ്. പല ആളുകളും ഗ്യാസ് ഉണ്ടാവുന്ന സമയത്ത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്ക് വെളുത്തുള്ളി കഴിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ധമനികളിലൊക്കെ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് മാറ്റാനായിട്ട് ഈ വെളുത്തുള്ളി സഹായിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെളുത്തുള്ളി കഴിക്കേണ്ടതിനൊരു രീതിയുണ്ട്. വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ പദാർത്ഥമായ അലിസിൻ എന്ന പദാർത്ഥമാണ് വെളുത്തുള്ളിയിൽ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്.
ഈ വെളുത്തുള്ളി എന്ത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ, അതുകൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വെളുത്തുള്ളിയുടെ ഉപയോഗം കാരണം HDL അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും LDL അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അതേപോലെ ധമനികളിലെ വീക്കം കുറയ്ക്കാനും രക്തയോട്ടം നന്നായി കൂട്ടുന്ന തരത്തിൽ ധമനികളെ വികസിപ്പിക്കാനുള്ള നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിനും വെളുത്തുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വെളുത്തുള്ളി കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, വെളുത്തുള്ളി സാധാരണ എല്ലാവരും തൊലി കളഞ്ഞ് ഉടനെയാണ് കഴിക്കാറുള്ളത്. പക്ഷേ വെളുത്തുള്ളി തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചോ അല്ലെങ്കിൽ ചതച്ച് വെച്ചോ 10 മിനിറ്റെങ്കിലും പുറത്ത് വായുവായിട്ട് സമ്പർക്കം കിട്ടുന്ന പോലെ വെക്കണം. അങ്ങനെ ഉണ്ടാവുന്ന സമയത്തേ ഉള്ളൂ ഈ അലിസിൻ എന്ന പദാർത്ഥം രൂപപ്പെടുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്കത് വെറും വയറ്റിൽ കഴിക്കുകയോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തോടൊപ്പം കഴിക്കുകയോ ചെയ്യാം. ഇനി നല്ല അസിഡിറ്റി ഉള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വെളുത്തുള്ളിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം അസിഡിറ്റി കൂട്ടുമെന്നൊരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വെളുത്തുള്ളി തേനിൽ ഇതേപോലെ അരച്ച് ചേർത്തിട്ട് കഴിക്കാൻ പറ്റും. മൂന്നാമത്തേതാണ് വെളുത്തുള്ളി പാൽ എന്ന് പറയുന്നത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് വെളുത്തുള്ളി പാലിൽ ചേർത്ത് ആ പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ എഫക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പല ആളുകളും വേറെ എന്തെങ്കിലുമൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റൊട്ടീൻ ചെക്കപ്പ് ചെയ്യുന്ന സമയത്താണ് കൊളസ്ട്രോൾ അധികമായിട്ട് ശരീരത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം ഇത് സാധാരണയായിട്ട് ഒരു ലക്ഷണങ്ങളും കാണിക്കാത്ത ഒരു രോഗമാണ്. ഇനി നിങ്ങൾ കൊളസ്ട്രോൾ കൂടി എന്ന് വെച്ച് പേടിച്ചിരിക്കാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും അതേപോലെ തന്നെ നിങ്ങളുടെ വ്യായാമം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. ഇനി നിങ്ങളിത് കൺട്രോൾ ചെയ്യാതെ വിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും കൂടെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നെഞ്ചുവേദന കാര്യങ്ങളും സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഇതൊക്കെ ഈ കൊഴുപ്പ് കട്ടകൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരാതെ ഇപ്പോഴേ തടഞ്ഞു നിർത്താനായിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും നിങ്ങൾക്ക് കൊളസ്ട്രോളിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.